ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിതാ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 3 പാർട്ടുകളിലായിട്ട് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരികയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രിപ്സ് മിഷന്, അതോടൊപ്പം തന്നെ ക്യാബിനറ്റ് മിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, വേവൽ പ്ലാൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ക്യാബിനറ്റ് മിഷനിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാനായിട്ട് പെറ്റ്വിക് ലോറൻസ്, അതിൽ 3 അംഗങ്ങളായിരുന്നു ഉണ്ടത്. ഒന്ന് പെറ്റ്വിക് ലോറൻസും എ വി അലക്സാണ്ടർ, പിന്നെ ഒരാളൂടെ ഉണ്ടായിരുന്നു. ആരാണ്? സ്റ്റാഫോർഡ് ക്രിപ്സ് മിഷൻ്റെ ചെയർമാനായിട്ടുള്ള സ്റ്റാഫോർഡ് ക്രിപ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാബിനറ്റ് മിഷനാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതി 4ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നോക്കിയോളൂ, നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നമുക്ക് ആകെ എത്ര അംഗങ്ങൾ എന്നൊരു ചോദ്യമുണ്ട് അല്ലേ? അപ്പോൾ ആകെ നമുക്ക് 389 അംഗങ്ങളാണ് ആകെ ഉള്ള അംഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുമ്പോൾ, നമ്മൾ ഏതെങ്കിലും ഒരു സമിതി രൂപീകരിക്കുമ്പോൾ അതിൽ അംഗങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എത്ര അംഗങ്ങളാണ്? 389 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എത്ര അംഗങ്ങളാണ്? 389 അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്. അപ്പം നമുക്കറിയാം, അന്ന് പ്രവിശ്യയും ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ എന്താണ്, നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ പ്രവിശ്യയിൽ നിന്ന് 296, നോക്കൂ, പ്രവിശ്യയിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? പ്രവിശ്യയിൽ നിന്ന് 296 അംഗങ്ങൾ പ്രവിശ്യയിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗങ്ങളായിരുന്നു. പ്രവിശ്യ മാത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്? അല്ല, നമുക്കറിയാം നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ നാട്ടുരാജ്യത്തിൽ നിന്ന് എത്ര പേരാണ്? 93 പേര്. ഈ സംഖ്യാക്രമങ്ങൾ നിങ്ങൾ പഠിക്കണം. പ്രവിശ്യയിൽ നിന്ന് എത്ര അംഗങ്ങളായിരുന്നു, നാട്ടുരാജ്യത്തിൽ നിന്ന് എത്ര അംഗങ്ങളായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഭരണഘടനാ നിർമ്മാണ സഭയില് 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതായത് 390 നിന്ന് 1 കുറവ്. അതൊന്ന് ഓർത്ത് വെക്കാനായിട്ട് ഞാൻ പറഞ്ഞു തന്നാ കേട്ടോ, ഓർത്ത് വെക്കാനായിട്ട്. 390 നിന്ന് 1 കുറവ്, 389 അംഗങ്ങൾ. അപ്പോൾ ആ 389 അംഗങ്ങളിൽ പ്രവിശ്യയുമുണ്ട്, നാട്ടുരാജ്യവുമുണ്ട്. അപ്പൊ നാട്ടുരാജ്യത്തിൽ 93 അംഗങ്ങൾ നാട്ടുരാജ്യത്തിൽ നിന്നുണ്ടായിരുന്നു. പ്രവിശ്യയിൽ നിന്ന് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? പ്രവിശ്യയിൽ നിന്ന് 296 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതായത് 300 നിന്ന് 4 കുറവ്. അങ്ങനെ ആലോചിക്കാം, 300 നിന്ന് 4 കുറവ്. അപ്പൊ 296 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ 296 അംഗങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? പ്രവിശ്യയിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ നാട്ടുരാജ്യത്തിൽ നിന്ന് 93. ആകെ ടോട്ടൽ എത്രയായിരുന്നു? 389 അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. 389 അംഗങ്ങൾ. പ്രവിശ്യ തന്നെ 2 തരത്തിലുള്ള പ്രവിശ്യകളുണ്ട്. അത് ഏതൊക്കെയാണ്? അതായത് വൈസ്രോയിയുടെ പ്രവിശ്യയുണ്ട്. അതായത് ബ്രിട്ടീഷിന്റെ നേരിട്ടുള്ള പ്രവിശ്യയാണ് വൈസ്രോയി പ്രവിശ്യ. അപ്പോൾ വൈസ്രോയിമാര് നിയന്ത്രിക്കുന്ന പ്രവിശ്യയുണ്ട്, വൈസ്രോയി പ്രവിശ്യയുണ്ട്. അതല്ലാതെ ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയുമുണ്ട് അല്ലേ? അപ്പോൾ പ്രവിശ്യ തന്നെ 2 തരത്തിലുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? പ്രവിശ്യ തന്നെ 2 തരത്തിലുണ്ടായിരുന്നു. അപ്പോൾ പ്രവിശ്യ തന്നെ 2 തരത്തിലുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ്? പ്രവിശ്യ തന്നെ 2 തരത്തിലുണ്ട്. എങ്ങനെയാണ്? ഒന്ന്, വൈസ്രോയുടെ പ്രവിശ്യയുമുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മുടെ ബ്രിട്ടീഷുകാർ നേരിട്ടുള്ള പ്രവിശ്യയാണ് വൈസ്രോയുടെ പ്രവിശ്യ. അതല്ലാതെ എന്താണ്, നമ്മുടെ ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയുമുണ്ട് അല്ലേ? അപ്പൊ നോക്കൂ, ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയുമുണ്ട്. അപ്പൊ അങ്ങനെ പ്രവിശ്യ തന്നെ 2 തരത്തിലുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രവിശ്യ തന്നെ 2 തരത്തിലുണ്ട്. വൈസ്രോയുടെ പ്രവിശ്യയുമുണ്ട്, ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയുമുണ്ട്. ഈ വൈസ്രോയുടെ പ്രവിശ്യയിൽ നിന്ന്, അതായത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്നതാണ്, നമ്മൾ പറഞ്ഞു എന്താണ്, ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്നതാണ് വൈസ്രോയുടെ പ്രവിശ്യ. അപ്പൊ വൈസ്രോയുടെ പ്രവിശ്യയിൽ നിന്ന് 292 അംഗങ്ങളായിരുന്നു വൈസ്രോയുടെ പ്രവിശ്യയിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ കണക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കണമെന്ന് നിങ്ങൾക്കൊരു സംശയം കാണും. യെസ്, മനസ്സിലാക്കി വെക്കണം. പ്രവിശ്യ ഞാൻ ഒന്നുകൂടി പറയാം. പ്രവിശ്യ 2 തരത്തിൽ, നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. പ്രവിശ്യ 2 തരത്തിലുണ്ട്. ഏതൊക്കെയാ? വേഗം പറഞ്ഞേ. വൈസ്രോയുടെ പ്രവിശ്യയുമുണ്ട്, അതല്ലാതെ ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയുമുണ്ട്. അപ്പൊ വൈസ്രോയുടെ പ്രവിശ്യയിൽ നിന്ന് 292 അംഗങ്ങളായിരുന്നു. എന്താണ്? വൈസ്രോയുടെ പ്രവിശ്യയിൽ നിന്ന് 292 അംഗങ്ങളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്.
അതോടൊപ്പം തന്നെ ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 4 പേരായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? 4 പേരാണ് ഉണ്ടാകുന്നത്. കാരണം ആകെ പ്രവിശ്യയിൽ നിന്ന് 296 അംഗങ്ങളല്ലേ? നോക്കൂ, ഇവിടെ നോക്കൂ എടാ, ആകെ ഇതെന്താ, ഓക്കെ, ആകെ നമ്മുടെ വൈസ്രോയുടെ പ്രവിശ്യയിൽ നിന്ന് എത്ര? ഇവിടെ നോക്കി, 296 അംഗങ്ങളല്ലേ? അപ്പൊ 292 നമ്മുടെ എന്താണ് വൈസ്രോയിമാര് എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ബ്രിട്ടീഷ് വൈസ്രോയി അല്ലേ? വൈസ്രോയി. അപ്പോൾ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രവിശ്യയാണ് വൈസ്രോയി പ്രവിശ്യ. അതിൽ 202 അംഗങ്ങളും ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയിൽ നിന്ന് 4 പേര് എവിടെ ഉണ്ടായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. ആ 4 പേര് ആരൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. അത് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ 4 പേര് ആരൊക്കെയായിരുന്നു? നിങ്ങൾ ABC എന്ന് CD, ABCD ഇങ്ങനെ 4 പേരായിരുന്നു. ABCD. അതായത് കൃത്യമായിട്ട് ഞാനത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയിൽ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? നോക്കൂ, ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയിൽ 4 പേരുണ്ട്. ആരൊക്കെയാണ്? അജ്മീർ, ബാലുചിസ്ഥാൻ, കൂർഗ്, ഡൽഹി. അജ്മീർ, ബാലുചിസ്ഥാൻ, കൂർഗ്, ഡൽഹി. അപ്പൊ ഇങ്ങനെ 4 ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയായിരുന്നു ഉണ്ടായിരുന്നത്. അത് പഠിക്കാനുള്ള കോഡാണ് എന്ത്? ABCD. അജ്മീർ, ബാലുചിസ്ഥാൻ, കൂർഗ്, ഡൽഹി. റെഡിയാണല്ലോ? ബാലുചിസ്ഥാൻ. അപ്പൊ അജ്മീർ ഉണ്ടായിരുന്നു, അജ്മീർ ഉണ്ട്, ബാലുചിസ്ഥാൻ ഉണ്ട്, കൂർഗ് ഉണ്ട്, ഡൽഹി ഉണ്ട്. അപ്പൊ ചീഫ് കമ്മീഷണർമാരുടെ 4 പ്രവിശ്യകൾ ഏതൊക്കെയാണ്? ABCD എന്ന കോഡിൽ ഞാൻ പറഞ്ഞു. ചീഫ് കമ്മീഷണർമാരുടെ 4 പ്രവിശ്യയാണുള്ളത്. ഒന്നേതാണ്? അജ്മീർ ഉണ്ട്, ബാലുചിസ്ഥാൻ ഉണ്ട്, കൂർഗ് ഉണ്ട്, ഡൽഹി ഉണ്ട്. അപ്പൊ ഈ 4 പ്രവിശ്യകൾ നിങ്ങൾ സെറ്റാക്കിയോ? 4 പ്രവിശ്യകൾ നിങ്ങൾ സെറ്റാക്കിയോ? ഈ 4 പ്രവിശ്യകളുടെ ആരുടെ പ്രവിശ്യ? ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയാണ്. കൃത്യമായിട്ട് ഈ ഒരു കണക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 389 അംഗങ്ങൾ. എന്താണ്? ആകെ 389 അംഗങ്ങളാണ് ഉള്ളത്. അതിൽ 296 അംഗങ്ങൾ പ്രവിശ്യയിൽ നിന്ന് മാത്രം. ബാക്കിയുള്ള 93 അംഗങ്ങൾ എവിടെ നിന്നാണ്? നാട്ടുരാജ്യത്തിൽ നിന്ന്. അപ്പൊ പ്രവിശ്യ തന്നെ 2 തരത്തിലുള്ള പ്രവിശ്യയുണ്ട്. ഏതാണ്? നമ്മുടെ വൈസ്രോയി പ്രവിശ്യയുണ്ട്, ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയുണ്ട് അല്ലെ? ചീഫ് കമ്മീഷണർ പ്രവിശ്യയുണ്ട്. അപ്പൊ വൈസ്രോയുടെ പ്രവിശ്യയിൽ നിന്ന് 292ഉം ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയിൽ നിന്ന് എത്രയാണ്? 4 അംഗങ്ങളുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യ അതേതാണ്? 4 അജ്മീർ. അത് ഏതൊക്കെയാണ്? ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് 4 അംഗങ്ങളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യ എന്ന് പറഞ്ഞാൽ നമ്മളത് ABCD എന്നിട്ട് പഠിക്കും. അജ്മീർ, ബാലുചിസ്ഥാൻ, കൂർഗ്, ഡൽഹി, ഈ 4 എണ്ണമായിരുന്നു. അത് ആ 4 എണ്ണം എന്തായിരുന്നു? ആ 4 എണ്ണം ഏതായിരുന്നു? ഇവിടെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഏതാണ്? അജ്മീർ, ബാലുചിസ്ഥാൻ, കൂർഗ്, ഡൽഹി. അജ്മീർ, ബാലുചിസ്ഥാൻ, കൂർഗ്, ഡൽഹി എന്ന 4 ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയിൽ നിന്ന് 4 ആളുകളും ഉണ്ടായിരുന്നു, 4 അംഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ടോട്ടൽ എന്താണ്? നമ്മുടെ ഭരണഘടന ഈ രീതിയിലാണ് നിർമ്മിച്ചത്. റെഡിയാണല്ലോ? അപ്പോൾ ഒന്നുകൂടി ഞാൻ എന്താണ് ഇവിടെ റിവിഷൻ ചെയ്തു തരാം. നോക്കൂ, നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതിടാ, നിങ്ങൾ ഒരുപാട് നോക്കേണ്ട കാര്യമില്ല. അതായത് ടോട്ടൽ നമ്മുടെ ഭരണഘടനയിൽ 289 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2ആയിട്ട്, അതായത് പ്രവിശ്യയിൽ നിന്ന് മാത്രം എത്ര പേരുണ്ടായിരുന്നു? പ്രവിശ്യയിൽ നിന്ന് മാത്രം 296 പേര്. നാട്ടുരാജ്യവും ഉണ്ട് അല്ലേ? നാട്ടുരാജ്യവും ഉണ്ട്. നാട്ടുരാജ്യത്തിൽ നിന്ന് എത്ര പേരാ? നാട്ടുരാജ്യത്തിൽ നിന്ന് 93 പേര്. നാട്ടുരാജ്യത്തിൽ നിന്ന് 93 പേര്. പ്രവിശ്യ തന്നെ 2 തരത്തിലുള്ള പ്രവിശ്യയുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് വൈസ്രോയിമാരുടെ പ്രവിശ്യയുണ്ട്. വൈസ്രോയിമാരുടെ പ്രവിശ്യയുണ്ട്. അതല്ലാതെ ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയുണ്ട്. അപ്പൊ അതില് ഈ വൈസ്രോയിമാരുടെ പ്രവിശ്യ, അതായത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രവിശ്യയാണ് വൈസ്രോയി പ്രവിശ്യ. ആ വൈസ്രോയി പ്രവിശ്യയിൽ നിന്ന് 292 അംഗങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. ചീഫ് കമ്മീഷണർ പ്രവിശ്യയിൽ നിന്ന് 4 അംഗങ്ങളുമാണ്. അപ്പൊ അത് ABCD എന്ന കോഡിട്ട് പഠിക്കാൻ പറഞ്ഞു. അജ്മീർ, ബാലുചിസ്ഥാൻ, കൂർഗ്, ഡൽഹി. ഇത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് സെറ്റായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ നോക്കുക, പ്രവിശ്യയിൽ തന്നെ എന്താണ്?
നോക്കൂ, പ്രവിശ്യയിൽ തന്നെ സീറ്റുകൾ എത്ര കൊടുത്തത്? 296 പേര് പ്രവിശ്യയിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്തുകയാണ് അല്ലേ, അല്ലെങ്കിൽ 296 പേര് പ്രവിശ്യയിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്തുന്നു. അപ്പോൾ അതിൽ ഈ പ്രവിശ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ എത്തിയത് ഏത് ഇതിൽ നിന്നാണ്? INC-യിൽ നിന്നാണ്. കാരണം അന്ന് എല്ലാ കാര്യങ്ങളും കൂടുതൽ ഡീൽ ചെയ്തിരുന്ന ആരാണ്? INC ആണ്. അപ്പോൾ INC-യിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് വന്നത്. പ്രവിശ്യയിൽ ടോട്ടൽ 296 സീറ്റ് കൊടുത്തു. എടാ, പ്രവിശ്യയിൽ ടോട്ടൽ 296 സീറ്റ് കൊടുത്തു അല്ലേ. അതിൽ നമ്മൾ പറഞ്ഞു 2 തരത്തിലുള്ള പ്രവിശ്യയുണ്ട്, വൈസ്രോയി പ്രവിശ്യയുണ്ട്, ചീഫ് കമ്മീഷണർ പ്രവിശ്യയുണ്ട്. 296 292 ബാക്കി 4 ചീഫ് കമ്മീഷണർ പ്രവിശ്യയിലും. അങ്ങനെ പ്രവിശ്യയിൽ നമ്മൾ ടോട്ടൽ ഒരു പ്രവിശ്യ എടുക്കുകയാണെങ്കിൽ അതിൽ 296 സീറ്റ് നമ്മുടെ അല്ലെങ്കിൽ 296 പേര് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്തിയല്ലോ. അതിൽ നമ്മുടെ കോൺഗ്രസ്സിന് അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് 208 സീറ്റാണ് കിട്ടിയത്. അല്ലെങ്കിൽ 208 പേര് കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ INC-യിൽ നിന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് INC-യിൽ നിന്ന് 208 പേര് എത്രയാണ്? 208 പേര് എന്താണ് INC-യിൽ നിന്ന് എവിടെ വന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് വന്നു. 73 എന്താണ് മുസ്ലിം ലീഗിൽ നിന്ന് 73 പേര് എന്താണ് മുസ്ലിം ലീഗിൽ നിന്ന് 73 പേര് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്തി. ബാക്കി മറ്റുള്ളവരാണ് അല്ലെങ്കിൽ മറ്റുള്ളവരാണ് ബാക്കി വരുന്നത്. റെഡിയാണല്ലോ. അപ്പോൾ ഈ രീതിയിലായിരുന്നു സീറ്റുകൾ കൊടുത്തത്. അതായത് മക്കളെ, ഞാനത് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി പറയുകയാണെങ്കിൽ, പ്രവിശ്യ നമ്മൾ എടുത്തു. നമ്മൾ എന്താ എടുത്തു? നേരെ പ്രവിശ്യ എടുത്തു. പ്രവിശ്യയിൽ നിന്ന് ടോട്ടൽ 296 പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്തിയത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ എത്തിയത് എവിടെ നിന്നാണ്? INC-യിൽ നിന്നാണ്. അഥവാ കോൺഗ്രസിൽ നിന്ന് 208 ആളുകൾ എന്ത് ചെയ്തു? ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്തി അല്ലേ. അപ്പോൾ INC-യിൽ നിന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് 208 പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്തിയത്. എന്താണ്? INC-യിൽ നിന്ന് അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് 208 പേര് എവിടേക്ക് വന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൽ നിന്ന് നോക്കൂ, മുസ്ലിം ലീഗിൽ നിന്ന് എത്ര പേരാ വന്നത്? 3 പേരാണ്. 73 പേരാണ്. നോക്കൂ, കൃത്യകണക്ക് നോക്കൂ, 73 പേരാണ് മുസ്ലിം ലീഗിൽ നിന്ന് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്തിയത്. 73 പേരാണ്. 73 പേരാണ് മുസ്ലിം ലീഗിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് മുസ്ലിം ലീഗിൽ നിന്ന് 73 പേരെത്തി. ബാക്കി എന്താണ്? ബാക്കി ഇപ്പോൾ 296 ടോട്ടൽ. അപ്പം 208ഉം 73ഉം പോയിട്ട് ബാക്കിയുള്ളവർ മറ്റുള്ളവരായിരുന്നു. ബാക്കി മറ്റുള്ളവരും എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്തി എന്നുള്ളതാണ്. റെഡിയാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കണക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന എവിടെ നിന്നാണ്? ഏറ്റവും കൂടുതൽ അംഗങ്ങൾ എത്തിയത് നമ്മുടെ എന്താണ് INC-യിൽ നിന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ വന്നത്. 208 അംഗങ്ങൾ കോൺഗ്രസിൽ നിന്ന് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് വന്നു. മുസ്ലിം ലീഗിൽ നിന്ന് 73 പേരും അതോടൊപ്പം തന്നെ ബാക്കി മറ്റുള്ളവരുമാണ് എത്തിയത്. ടോട്ടൽ അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 389 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. ടോട്ടൽ അങ്ങനെ 389 അംഗങ്ങൾ എവിടെ എത്തി? ഭരണഘടനാ നിർമ്മാണ സഭയിലെത്തി. 296 പ്രവിശ്യയിൽ നിന്ന്, നാട്ടുരാജ്യത്തിൽ നിന്ന് 93. റെഡിയാണല്ലോ. അപ്പോൾ ഈ രീതിയിലായിരുന്നു നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള അംഗങ്ങൾ എത്തിയത്. ഇനി നോക്കൂ, ബാക്കി കാര്യങ്ങൾ നോക്കൂ. ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി കാര്യങ്ങൾ നോക്കാം. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഔപചാരികമായി ഭരണഘടന രൂപീകരിച്ചത്. നോക്കൂ, ഔപചാരികമായിട്ട് ഭരണഘടന രൂപീകരിച്ചത് എന്താണ്? അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി, അതായത് വിഭജനം നടക്കാത്ത ഒരു ഇന്ത്യ അല്ലേ, അതാണ് അവിഭക്ത ഇന്ത്യ. അപ്പോൾ ആ അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി ഈ സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരും. വിഭക്ത ഇന്ത്യക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന രൂപീകരിച്ചത്, അല്ലെങ്കിൽ ഔപചാരികമായി ഭരണഘടന രൂപീകരിച്ചത്. തെറ്റാണ്. വിഭക്ത ഇന്ത്യക്ക് വേണ്ടി തിരഞ്ഞെടുത്ത നിർമ്മാണ സഭയല്ല, ഭരണഘടനാ നിർമ്മാണ സഭയല്ല. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി, അതായത് വിഭജനം നടക്കാത്ത ഇന്ത്യയാണ്
റെഡിയാണല്ലോ. അപ്പൊ അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി എന്താണ് തിരഞ്ഞെടുത്ത ഭരണഘടനാ നിർമ്മാണ സഭയാണ് അല്ലെ. അപ്പം അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തു ഭരണഘടനാ നിർമ്മാണ സഭയെ അല്ലെ. 389 അംഗങ്ങളുമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ നമ്മൾ തിരഞ്ഞെടുത്തില്ലേ. പല ആളുകളിൽ നിന്ന് തിരഞ്ഞെടുത്തില്ലേ. എല്ലാ തരത്തിലുള്ള ആളുകളും അതുണ്ടായിരുന്നു അല്ലെ, ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഔപചാരികമായി ഭരണഘടന രൂപീകരിച്ചത്. അവരാണ് ഔപചാരികമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഔപചാരികമായി ഭരണഘടന രൂപീകരിച്ചത്. അപ്പൊ എല്ലാവരും വളരെ പ്രധാനമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ആ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി. അത് നിങ്ങൾ മറക്കരുത്, അത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വിഭക്ത ഇന്ത്യ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അവിഭക്ത, അതായത് വിഭജനം നടക്കാത്ത ഇന്ത്യക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഔപചാരികമായി ഭരണഘടന രൂപീകരിച്ചത് എന്നുള്ളതാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പാർട്ട് 2 അതാണ് ഡിസ്കസ് ചെയ്തത്. പാർട്ട് 2 നമ്മൾ എന്ത് ചെയ്തു, അത് ഡിസ്കസ് ചെയ്തു. അപ്പൊ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. അതായത് നമ്മൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചവരാണ് അല്ലേ. അപ്പൊ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾ പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞു, അതിൽ എന്താണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു തിരഞ്ഞെടുപ്പ് നടക്കാൻ കാരണമായ ആക്ട് ആയിരുന്നു 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പൊ ആ ആക്ടിലൂടെ നമ്മൾ എന്ത് ചെയ്തു, 6 പ്രവിശ്യകളിലും കേന്ദ്രത്തിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയൊക്കെ രൂപീകരിച്ചു. അത് ഈ ആക്ടിലൂടെയാണ് രൂപീകരിച്ചത് അല്ലെ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. അങ്ങനെ ആ നിയമനിർമ്മാണ സഭയില് ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ നിർമ്മിച്ച പ്രവിശ്യാ നിയമനിർമ്മാണ സഭയിൽ ഒരു പരോക്ഷ തിരഞ്ഞെടുപ്പ് നടന്നു. അങ്ങനെ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പരോക്ഷ തിരഞ്ഞെടുപ്പ് എന്താണ്? 2 തരത്തിലുള്ള തിരഞ്ഞെടുപ്പാണ് നമുക്കുള്ളത് അല്ലെ. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്താണ്, 2 തരത്തിലുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. എങ്ങനെയാണ്? പരോക്ഷ തിരഞ്ഞെടുപ്പും പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, പരോക്ഷ തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ എന്താണ്, പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും എന്താണ് നടക്കുന്നുണ്ട്. പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ ജനങ്ങളും, നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ പോലെ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലെ നമ്മൾ എല്ലാവർക്കും എന്താണ് അവിടെ വോട്ട് രേഖപ്പെടുത്തി നമ്മളൊരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുകയാണ്. എങ്കിലും നമ്മളിപ്പോൾ എന്താണ് പ്രസിഡന്റിൻ്റെ ഒക്കെ തിരഞ്ഞെടുപ്പാണെങ്കിൽ എങ്ങനെയാണ്, MLA-മാരാണ് അവിടെ വോട്ട് ചെയ്യുന്നത്. നമ്മൾ ജനങ്ങൾ ഇലക്ട് ചെയ്ത് ഒരു വ്യക്തി, അതാണ് MLA എന്ന് പറയുന്നത്, അവരെല്ലാവരും കൂടെ വോട്ട് ചെയ്താണ് നമ്മുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതാണ് പരോക്ഷ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ്. അപ്പം നമ്മുടെ എന്താണ് പ്രവിശ്യാ നിയമനിർമ്മാണ സഭ നമ്മൾ രൂപീകരിച്ചു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് നമ്മൾ എന്ത് രൂപീകരിച്ചത്, നമ്മൾ പ്രവിശ്യാ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചത്. അങ്ങനെ പ്രവിശ്യാ നിയമനിർമ്മാണ സഭയിൽ ഒരു പരോക്ഷ തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ പരോക്ഷ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ ഏത് സിസ്റ്റമാണ് ഉപയോഗിച്ച്, ഏത് വോട്ടിംഗ് സിസ്റ്റമാണ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു പരോക്ഷ തെരഞ്ഞെടുപ്പ് നമ്മുടെ പ്രവിശ്യാ നിയമനിർമ്മാണ സഭയിൽ നടക്കുകയും അങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. റെഡിയാണല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ക്യാബിനറ്റ് മിഷൻ അല്ലേ. ക്യാബിനറ്റ് മിഷന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ക്യാബിനറ്റ് മിഷൻ വന്നു അല്ലേ. അപ്പോൾ ക്യാബിനറ്റ് മിഷനിൽ ഒരുപാട് രൂപരേഖ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, പാർട്ട് 3 ഡിസ്കസ് ചെയ്തതാണ്. അപ്പം അങ്ങനെ ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശിച്ച രൂപരേഖ അനുസരിച്ചാണ്, അല്ലെങ്കിൽ അത് അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഭരണഘടന സഭ രൂപീകരിച്ചത്. ആ ക്യാബിനറ്റ് മിഷനിൽ എന്താണോ പറഞ്ഞത്, ആ ക്യാബിനറ്റ് മിഷനിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്, അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ഒരു ഭരണഘടനാ സഭ രൂപീകരിച്ചത്. അപ്പോൾ ഇതാണ് 3 പോയിന്റുകൾ. ആ 3 പോയിന്റുകൾ സെറ്റാണെന്ന് വിചാരിക്കുകയാണ്. റെഡിയാണല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടൊരു ഭാഗമാണിത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഭാഗം തന്നെയാണെങ്കിൽ ഞാനൊന്ന് വായിക്കാം. ഇത് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തിയത് എങ്ങനെ എന്നൊരു ചോദ്യത്തോടു കൂടി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് പരിശോധിക്കാം. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി, കണ്ടോ, അപ്പോൾ ആ ഒരു പോയിന്റ് ആണ് അവിടെ ഇമ്പോർട്ടൻ്റ്. ഇത് നമ്മൾ തെറ്റിച്ച് തരും സ്റ്റേറ്റ്മെന്റ്. വിഭക്ത ഇന്ത്യ അല്ല, അവിഭക്ത ഇന്ത്യയാണ്. അതായത് വിഭജനം നടക്കാത്ത ഇന്ത്യക്ക് വേണ്ടി അല്ലേ.
തിരഞ്ഞെടുത്ത ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഔപചാരികമായി ഭരണഘടന രൂപീകരിച്ചത്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ഇതിപ്പോൾ നിങ്ങൾ നോക്കണ്ട, ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം പറഞ്ഞു തരുവേ, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പറഞ്ഞു തരും. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട. ഓക്കെ. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന നിലയിൽ 1947 ആഗസ്റ്റ് 14 വീണ്ടും സമ്മേളിച്ചു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഈ പദ്ധതി തന്നെ. അപ്പോൾ ഇതാണ് സംഭവം. അതായത് ഇവിടെ കുറച്ച് ഡേറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നമുക്ക് ആ ഡേറ്റുകളൊക്കെ എന്താണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. റെഡി? യെസ്, നോക്കൂ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് 1946. ഇപ്പോൾ വർഷം നിങ്ങളെല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എത്രയാണ് വർഷം? 1946. യെസ് 1946 വർഷം. അപ്പം 1946 മാർച്ച് മാസം 24 എന്താ നടന്നത്? കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് എല്ലാവർക്കും അത് പറയാൻ പറ്റും. 1946 മാർച്ച് 24 എന്ത്? നമ്മുടെ ക്യാബിനറ്റ് മിഷൻ, ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷൻ. അപ്പൊ ക്യാബിനറ്റ് മിഷൻ കേരളത്തിലെത്തിയ വർഷമാണ് 1946 മാർച്ച് 24. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. അതിൻ്റെ ചെയർമാനായിരുന്നു പെട്രിക് ലോറൻസ്, പിന്നെ AV അലക്സാണ്ടർ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ സ്റ്റാഫോർഡ് ക്രിപ്സും ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്നിട്ട് മെയ് 16 എന്ത് സംഭവിച്ചത്? മെയ് 16 ഈ ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. റെഡിയാണല്ലോ? അവതരിപ്പിച്ചത്. അപ്പൊ ക്യാബിനറ്റ് മിഷൻ പറഞ്ഞത് പ്രകാരം എന്താണ്? നമ്മുടെ നിയമനിർമ്മാണ സഭ, അതായത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തു അല്ലേ? നമ്മുടെ ക്യാബിനറ്റ് മിഷനെ അടിസ്ഥാനമാക്കി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തു. 389 അംഗങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ പ്രവിശ്യയിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു, നാട്ടുരാജ്യത്തിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ പ്രവിശ്യയിൽ നിന്ന് എത്ര പേരാണ്? പ്രവിശ്യയിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? യെസ്, അതിൽ പ്രവിശ്യയിൽ നിന്ന് 296 പേരും നാട്ടുരാജ്യത്തിൽ നിന്ന് 93 എന്നല്ലേ പറഞ്ഞത്? യെസ്, 93 പേരുമാണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനിയുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്മിറ്റിയല്ല, നമ്മളിപ്പോൾ എന്താ രൂപീകരിച്ചത്? നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള അംഗങ്ങളെല്ലാം തിരഞ്ഞെടുത്തു. ഇനി ഈ അംഗങ്ങളെ വെച്ചൊരു കമ്മിറ്റി രൂപീകരിക്കണമല്ലോ, അതാണ് ആദ്യം ചെയ്തത് അല്ലേ? നമ്മളിപ്പോൾ എന്ത് ചെയ്താലും ഏതൊരു ഇപ്പോൾ ഉത്സവത്തിനൊരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ നമ്മൾ ഉത്സവ കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുത്ത് ആദ്യ കമ്മിറ്റി നമ്മൾ ആരംഭിക്കും എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള അംഗങ്ങളെയെല്ലാം തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ആദ്യമായിട്ട് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. അതായത് നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ചു. അതിനെയാണ് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. അതെന്നാ രൂപീകരിച്ചത്? ഇപ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം 1946 വർഷത്തിൽ നടന്ന കാര്യങ്ങളാണ് കേട്ടോ. 1946 ഈ കാര്യങ്ങളെല്ലാം നടന്നത്. അപ്പോൾ 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. നമ്മൾ എന്നാണ് ആദ്യ സഭ രൂപീകരിച്ചത്? ആദ്യ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഡിസംബർ 6 അല്ലേ? ആളുകളെ എല്ലാം നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് ആദ്യ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് 1946 ഡിസംബർ 6 അങ്ങനെ ആദ്യത്തെ ഒരു നിർമ്മാണ സഭ രൂപീകരിക്കുകയും, ഒരു സഭ രൂപീകരിച്ചാൽ മാത്രം പോരല്ലോ, നമ്മളൊരു ഉത്സവം നടക്കുമ്പോൾ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു, അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്കത് ആദ്യം ഒരു മീറ്റിംഗ് നടത്തണം, അല്ലെങ്കിൽ ആദ്യം ഒരു സമ്മേളനം നടത്തണം അല്ലേ? അപ്പോൾ 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുകയും ആ സഭ രൂപീകരിച്ചതിനെ തുടർന്ന് ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നു.
അപ്പൊ ചോദിക്കും എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം എന്നാണ് നടന്നത്. ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ എത്രയാണ്? ഡിസംബർ 9 എങ്കിൽ ഭരണഘടനാ സഭ രൂപീകരിച്ചത് ഡിസംബർ 6. അപ്പൊ ഡിസംബർ 6 നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുകയും ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആദ്യ സമ്മേളനം നടന്നത് എന്താണ്? ഡിസംബർ 9 1946 ഡിസംബർ 9 ആദ്യ സമ്മേളനം ചെയ്തത് അല്ലേ? യെസ്. അപ്പം 1946 ഡിസംബർ 6 നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുകയും തുടർന്ന് ഡിസംബർ 9 നമ്മൾ ആദ്യ സമ്മേളനം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അല്ലേ? തുടർന്ന് നോക്കൂ, നമ്മൾ ഇങ്ങനെ ഒരു സമ്മേളനം നമ്മൾ എല്ലാവരെയും കൂടെ വിളിച്ചിരിക്കുകയാണ്. അതായത് 389 പേര് തിരഞ്ഞെടുത്തു. അവരെ വെച്ചുകൊണ്ടൊരു നിർമ്മാണ സഭ ഡിസംബർ 6 രൂപീകരിച്ചു. തുടർന്ന് തൊട്ടടുത്ത പിറ്റേ ദിവസം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഡിസംബർ 9 നമ്മൾ എന്ത് ചെയ്തു? ആദ്യ സമ്മേളനവും വിളിച്ചു കൂട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു സമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടുമ്പോൾ ഇവരെ എല്ലാം അഭിസംബോധന ചെയ്ത് പറയാൻ ഒരാൾ വേണമല്ലോ. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യ സമ്മേളനത്തിൽ ആദ്യമായി അഭിസംബോധന ചെയ്തതാരായിരുന്നു? JB കൃപലാനി എന്ന വ്യക്തിയായിരുന്നു. JB കൃപലാനി ആയിരുന്നു. JB അല്ലേ? അപ്പൊ JB കൃപലാനിയാണ് ആദ്യ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. കാരണം ആദ്യ സമ്മേളനം നടക്കുകയാണ് അല്ലേ? അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുമ്പോൾ ഇവരെ എല്ലാം ഇത്രയും മെമ്പേഴ്സിനെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? JB കൃപലാനി ആയിരുന്നു. ആരാണ്? JB കൃപലാനി. അങ്ങനെ നമ്മൾ സമ്മേളനം ആദ്യമായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ സമ്മേളനത്തിന് എന്തായാലും ഒരു അധ്യക്ഷൻ വേണമല്ലോ. തീർച്ചയായും ഒരു അധ്യക്ഷൻ വേണം. അപ്പോൾ ഒരു താൽക്കാലിക അധ്യക്ഷനാണ് നമ്മൾ ആദ്യം നിയമിച്ചത്. അപ്പോൾ ആദ്യമായി നമ്മുടെ JB കൃപലാനി എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു, അഭിസംബോധന ചെയ്തു. തുടർന്ന് ഒരു താൽക്കാലിക അധ്യക്ഷനെ തിരഞ്ഞെടുത്തു. അങ്ങനെ അന്ന് താൽക്കാലിക അധ്യക്ഷനായി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ആരാണ്? സച്ചിദാനന്ദ സിൻഹ. വളരെ ബുദ്ധിമുട്ടാണ് ഈ പേരുകളൊന്ന് മനസ്സിലാക്കാൻ. പക്ഷെ നമ്മൾ വീണ്ടും ഒന്ന് റിവിഷൻ ചെയ്യുമ്പോൾ ഈ പേരുകൾ കിട്ടും. അപ്പോൾ ഈ പേരുകൾ നിങ്ങൾ ഇപ്പോഴേക്കും ബുക്കിലേക്ക് നോട്ട് ചെയ്ത് വെക്കുക. വീണ്ടും കേൾക്കുമ്പോൾ ആ പേരുകൾ നിങ്ങൾക്ക് ഓക്കെ ആകും. അപ്പോൾ അങ്ങനെ ഒരു താൽക്കാലിക അധ്യക്ഷനായിരുന്നു ആര്? സച്ചിദാനന്ദ സിൻഹ. അപ്പോൾ JB കൃപലാനി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും തുടർന്ന് സച്ചിദാനന്ദ സിൻഹ ഒരു താൽക്കാലിക അധ്യക്ഷന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ JB കൃപലാനിയെ എന്തുകൊണ്ടാണ് എടുത്തത് എന്ന് ചോദിക്കും നിങ്ങൾ അല്ലേ? അപ്പോൾ JB കൃപലാനിയെ നമ്മൾ എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്നത്തെ INC പ്രസിഡന്റ് ആയിരുന്നു. JB കൃപലാനി. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അപ്പോൾ ഒരു താൽക്കാലിക അധ്യക്ഷനായി സച്ചിദാനന്ദ സിൻഹയെ വെക്കാൻ കാരണം ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു. ഒരു താൽക്കാലിക അധ്യക്ഷനായിട്ട് അന്നത്തെ സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തത് അല്ലേ? അപ്പോൾ അന്ന് ഈ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്ര പേരെയാണ് തിരഞ്ഞെടുത്തത്? 389 പേരെയല്ലേ തിരഞ്ഞെടുത്തത്. പക്ഷെ അന്ന് പല ആളുകൾക്കും എതിർപ്പുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ഭരണഘടനയല്ല വേണ്ടിയത്, അതല്ലാതെ വിഭജനങ്ങൾ നടക്കുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. കാരണം പലർക്കും എതിർപ്പുണ്ടായിരുന്നു. ആദ്യമേ ഭരണഘടന രൂപീകരിക്കേണ്ടതല്ല നമ്മുടെ പ്രധാന ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് പലരും എതിർത്തു. അപ്പോൾ അങ്ങനെ ആദ്യ സമ്മേളനം ഡിസംബർ 9 നടന്നപ്പോൾ അന്ന് എത്ര പേരെ പങ്കെടുത്തുള്ളൂ? അന്ന് 207 പേരെ പങ്കെടുത്തുള്ളൂ. അന്ന് 207 പേര് മാത്രമാണ് പങ്കെടുത്തത്. 207 പേര് മാത്രമാണ് അന്നത്തെ ഡിസംബർ 9 ആദ്യ സമ്മേളനം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ 207 പേര് മാത്രമാണ് പങ്കെടുത്തത്. അതിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു? അതിൽ 9 വനിതകളും ഉണ്ടായിരുന്നു. ഈ ഡിസംബർ 9 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുകയാണ്.
അത് എവിടെ വെച്ചാണ് നടന്നത്? അത് ഡൽഹി പാർലമെന്റ് ഹാള് അല്ലെങ്കിൽ സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്നാണ്. അവിടെ വെച്ചാണ് ഇതെന്താണ് നമ്മുടെ ഈ ഒരു ആദ്യ സമ്മേളനം ഡൽഹി പാർലമെന്റ് ഹാളിൽ വെച്ചാണ്. എന്താണ്? ഡൽഹി പാർലമെന്റ് ഹാളിൽ വെച്ചാണ്. എല്ലാവരും കൃത്യമായി ഇത് പഠിക്കണം. അപ്പൊ ഡൽഹി പാർലമെന്റ് ഹാളിൽ വെച്ചാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഡൽഹി പാർലമെന്റ് ഹാളിൽ വെച്ചാണ്. അപ്പൊ ഡൽഹി പാർലമെന്റ് ഹാളിൽ വെച്ച് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം എന്ത് ചെയ്യുകയാണ്? ആദ്യ സമ്മേളനം നടക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും കാര്യം വേഗത്തിലൊന്ന് മനസ്സിലായോ? ഞാൻ പെട്ടെന്നൊന്ന് റിവിഷൻ ചെയ്തു തരാം. അതായത് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണെടാ. നമ്മൾ ഇത്രേ ഉള്ളൂ. 1946 നമ്മളിപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം 1946 കാര്യങ്ങളാണ്. 1946 കാര്യങ്ങളാണ്. 1946 നമ്മുടെ ക്യാബിനറ്റ് മിഷൻ എപ്പോൾ വന്നു? മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ വന്നു. അതിനെ തുടർന്ന് ക്യാബിനറ്റ് മിഷൻ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു മെയ് 16. പിന്നെ നമ്മൾ ഡിസംബറിലേക്കാണ് വരിക. ഡിസംബർ 6 എന്താണ്? നമ്മൾ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. നിയമനിർമ്മാണ സഭ രൂപീകരിച്ചാൽ മാത്രം പോരാ, നമുക്ക് ആദ്യ സമ്മേളനം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഡിസംബർ 9 ആദ്യ സമ്മേളനം ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആദ്യ സമ്മേളനം നടത്തി. അങ്ങനെ ആദ്യ സമ്മേളനം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് ഒരുപാട് ആളുകൾക്ക് എതിർപ്പുണ്ടായിരുന്നു. ഭരണഘടനയല്ല ആദ്യം വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ എതിർത്തു. അപ്പോൾ കുറച്ച് ആളുകൾ വന്നില്ല. 389 ആളുകൾ ഉള്ള ഒരു സഭ അല്ലെങ്കിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അത്രയും അംഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ 207 പേര് മാത്രമാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അതിൽ 9 വനിതകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യ സമ്മേളനം നടന്നത് ഡൽഹി പാർലമെന്റ് ഹാളിൽ വെച്ചായിരുന്നു. അന്ന് ആദ്യമായി എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരായിരുന്നു? JB കൃപലാനി എന്ന വ്യക്തിയാണ്. അന്നത്തെ INC പ്രസിഡന്റ് കൂടിയായിരുന്ന കൃപലാനി എന്ന വ്യക്തിയാണ്. JB കൃപലാനി എന്ന് പറയുന്ന വ്യക്തിയാണ് അന്നത്തെ INC പ്രസിഡന്റ് കൂടിയായിരുന്നു. അദ്ദേഹമാണ് എന്ത് ചെയ്തത്? ആദ്യമായി എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. തുടർന്ന് നമുക്കൊരു താൽക്കാലിക അധ്യക്ഷൻ വേണമെന്ന് പറഞ്ഞു. അന്ന് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിട്ടുള്ള സച്ചിദാനന്ദ സിൻഹയെ ഒരു താൽക്കാലിക അധ്യക്ഷനായി നിയമിക്കുകയും അധ്യക്ഷൻ അല്ലേ. അപ്പൊ താൽക്കാലിക അധ്യക്ഷനായി ആരെയാണ് വെച്ചത്? താൽക്കാലിക അധ്യക്ഷനായിട്ട് നമ്മൾ സച്ചിദാനന്ദ സിൻഹയാണ് വെച്ചത്. ആരെയാണ് വെച്ചത്? സച്ചിദാനന്ദ സിൻഹ. അപ്പൊ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായി നിയമിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അത്രയും കാര്യം സെറ്റല്ലേ? റെഡിയാണ്. അപ്പൊ നോക്കടാ, നമുക്ക് ഒരു താൽക്കാലിക അധ്യക്ഷൻ ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം എന്താണ്? നമ്മൾ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയാണ് രൂപീകരിച്ചത്. അതിലെ ആദ്യ സമ്മേളനത്തിൽ നമ്മൾ ജസ്റ്റ് താൽക്കാലിക അധ്യക്ഷനെ വെച്ചെന്നേ ഉള്ളൂ. ഇനിയും നമുക്ക് ഒരുപാട് മീറ്റുകൾ നടത്താനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ചർച്ച ചെയ്ത് വേണം നമുക്കൊരു യഥാർത്ഥ ഒരു ഭരണഘടന രൂപീകരിക്കാൻ. അപ്പം നമുക്കൊരു സ്ഥിര അധ്യക്ഷൻ എന്തായാലും വേണം അല്ലേ. അപ്പം ഡിസംബർ 11 തന്നെ എന്ത് ചെയ്തു? ഒരു സ്ഥിര അധ്യക്ഷനെ നിയമിച്ചു. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു സ്ഥിര അധ്യക്ഷനെ നിയമിക്കുകയാണ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു അല്ലേ. അപ്പൊ നോക്കൂ, ഡിസംബർ 11 സ്ഥിര അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുകയാണ് അല്ലേ. അപ്പൊ സ്ഥിര അധ്യക്ഷനായിട്ട് ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിര അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അത് ഡിസംബർ 11 സ്ഥിര അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, 1-2 സമ്മേളനങ്ങൾ നടന്നാൽ പോലെ ഒരുപാട് സമ്മേളനങ്ങളും ഒരുപാട് ചർച്ചകളും ഒക്കെ ചെയ്താലേ നമുക്ക് യഥാർത്ഥ ഒരു ഭരണഘടന രൂപീകരിച്ച് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാ ചർച്ചകളിലും എല്ലാ സമ്മേളനത്തിലും ഈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് പങ്കെടുക്കാൻ സാധിക്കില്ല. ചില പ്രശ്നങ്ങൾ കാരണം അല്ലേ. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ ഉപാധ്യക്ഷന്മാർ വേണം അല്ലേ. കറക്റ്റ് അല്ലേ. അപ്പൊ അങ്ങനെ അന്ന് നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിര അധ്യക്ഷനായി നിയമിച്ചു തിരഞ്ഞെടുക്കുകയും തുടർന്ന് 2 ഉപാധ്യക്ഷന്മാരെയും കൂടെ തിരഞ്ഞെടുത്തു. ഈ അധ്യക്ഷൻ വന്നില്ലെങ്കിൽ സമ്മേളനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപാധ്യക്ഷൻ വേണം അല്ലേ, സമ്മേളനം കോർഡിനേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഉപാധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തു. 2 ഉപ അധ്യക്ഷന്മാരായിരുന്നു. ഒന്ന് HC മുഖർജി. അപ്പോൾ പേരുകൾ ഇങ്ങനെ പഠിക്കണം. കൃപലാനി ഉണ്ട്, സച്ചിദാനന്ദ സിൻഹയുണ്ട്, ഇപ്പം പിന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നിങ്ങൾക്കറിയാം. പിന്നെ HC മുഖർജി.
അതാരായിരുന്നു? ഉപാധ്യക്ഷനായിരുന്നു. ഞാൻ പറഞ്ഞു എല്ലാ സമ്മേളനത്തിലും ഒരുപക്ഷെ എന്താണ് അധ്യക്ഷന് പങ്കെടുക്കാൻ കഴിയാത്ത സമ്മേളനം ഉണ്ടെങ്കിൽ ആ സമ്മേളനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉപാധ്യക്ഷന്മാരെ നിയമിച്ചു. 2 ഉപാധ്യക്ഷന്മാരെയാണ് നിയമിച്ചത്. ഒന്ന് HC മുഖർജിയും പിന്നെ VT കൃഷ്ണമാചാരിയും. അപ്പൊ ആരൊക്കെയായിരുന്നു 2 ഉപാധ്യക്ഷന്മാർ? ആരൊക്കെയായിരുന്നു? ഒന്ന് HC മുഖർജിയും, ഒന്നാരായിരുന്നു? HC മുഖർജിയും, ഒന്ന് HC മുഖർജി പിന്നെ VT കൃഷ്ണമാചാരിയും അപ്പൊ HC മുഖർജിയും ഉണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് VT കൃഷ്ണമാചാരിയും അല്ലെ, എന്താണ് VT കൃഷ്ണമാചാരിയും. ഇവർ രണ്ടും എന്താണ് ഉപാധ്യക്ഷന്മാരായിരുന്നു. അപ്പൊ ഡിസംബർ 11 നമ്മുടെ സ്ഥിര അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുകയും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് സ്ഥിര അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുകയും തുടർന്ന് 2 ഉപാധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തു. ഒന്ന് HC മുഖർജി അതോടൊപ്പം തന്നെ VT കൃഷ്ണമാചാരി. HC മുഖർജിയും VT കൃഷ്ണമാചാരിയും റെഡിയാണല്ലോ. ഇനിയും നമുക്കറിയാം ഇന്ത്യയിലെ പല സ്ഥലത്തു നിന്ന് പല ആളുകൾ തിരഞ്ഞെടുത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മുടെ ഈ നിയമനിർമ്മാണ സഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുത്തത് അല്ലേ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൃത്യമായ ഒരു നിയമം പറഞ്ഞു നൽകാനായിട്ട് ഒരു നിയമ ഉപദേശകൻ വേണം, എന്തായാലും അത് വേണം അല്ലെ. അപ്പോൾ ഒരു നിയമ ഉപദേശകനെ തിരഞ്ഞെടുത്തു. അപ്പൊ നിയമ ഉപദേശകനായിരുന്നു ആര്? BN റാവു നിയമ ഉപദേശകനായിരുന്നു BN റാവു. അപ്പൊ നോക്കൂ, ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു. ഡിസംബർ 9 തന്നെ ആദ്യ സമ്മേളനം നടന്നു. അതിൽ താൽക്കാലിക അധ്യക്ഷനായി സച്ചിദാനന്ദ സിൻഹയെയും ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് JB കൃപലാനിയുമായിരുന്നു. അതിനുശേഷം നമുക്ക് സ്ഥിരമായ ഒരു അധ്യക്ഷനെ തിരഞ്ഞെടുത്തത് ഡിസംബർ 11 സ്ഥിര അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുകയും 2 ഉപാധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തു. ഒന്ന് HC മുഖർജിയും VT കൃഷ്ണമാചാരിയും തിരഞ്ഞെടുത്തു. തുടർന്ന് ഈ നിയമം എല്ലാവർക്കും പറഞ്ഞു നൽകുന്നതിന് വേണ്ടി നിയമ ഉപദേശകനുണ്ട് അല്ലെ. അപ്പൊ നിയമ ഉപദേശകനായി നിയമം പറഞ്ഞു നൽകാൻ ഒരു നിയമ ഉപദേശകനായി ആരെ നൽകി? നിയമ ഉപദേശകനായിട്ട് ആരെ നൽകി? BN റാവുവിനെ നൽകി. ആരെയാണ്? BN റാവു. അപ്പൊ BN റാവുവിനെ എന്താണ് ഒരു നിയമ ഉപദേശകനായിട്ടാണ് BN റാവുവിനെ നിയമിച്ചത്. സെക്രട്ടറി ആയിട്ട് ആരെ നിയമിച്ചു? സെക്രട്ടറി ആയിട്ട് HVR അയ്യങ്കാറിനെ നിയമിച്ചു. HVR അയ്യങ്കാർ വേഗം HVR അയ്യങ്കാർ. അപ്പൊ HVR അയ്യങ്കാറിനെ സെക്രട്ടറി ആയിട്ടും എന്ത് ചെയ്തു? നിയമിച്ചു എന്നുള്ളതാണ്. റെഡിയാണല്ലോ. അപ്പൊ ഇത്രയും പേരുകൾ മനസ്സിലായല്ലോ. അപ്പൊ ആരായിരുന്നു നിയമ ഉപദേശകനായിട്ട്? BN റാവു എന്താണ് നിയമ ഉപദേശകനായിട്ട് എത്തി. BN റാവു നിയമ ഉപദേശകനായിട്ട് എത്തി. സെക്രട്ടറി ആയിട്ട് HVR അയ്യങ്കാറും എത്തി. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റ് കൂടി നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കാര്യങ്ങളൊന്ന് വേഗം എന്ത് ചെയ്യാം, ഒന്ന് റിവിഷൻ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പേരുകളൊന്നും കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇതൊരു കഥ പോലെ തന്നെ സെറ്റ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് 1946 അല്ലേ, 1946 കഥകളാണ് നമ്മൾ ഈ പറയുന്നത്. 1946 ഡിസംബർ 6 മുതലുള്ള കഥകൾ ഞാൻ പറയാവേ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ക്യാബിനറ്റ് മിഷൻ മുതൽ പറയുന്നില്ല. ഡിസംബർ 6 നമ്മൾ ആദ്യ സഭ രൂപീകരിച്ചത്. ഡിസംബർ 9 നമ്മൾ എന്ത് ചെയ്തു? ആദ്യ സമ്മേളനം നടത്തി അല്ലേ. ആ ആദ്യ സമ്മേളനം നടത്തിയപ്പോൾ അതിൽ 207 പേര് പങ്കെടുത്തു. അതിൽ 9 വനിതകളും ഉണ്ടായിരുന്നു. ആ ആദ്യ സമ്മേളനത്തിൽ എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ച വ്യക്തിയായിരുന്നു JB കൃപലാനി അല്ലേ. അങ്ങനെ ഒരു താൽക്കാലിക അധ്യക്ഷനെ നിയമിച്ചു. ആ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ആര്? സച്ചിദാനന്ദ സിൻഹ. അപ്പൊ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഒരു താൽക്കാലിക അധ്യക്ഷനായി അന്ന് നിയമിച്ചത്. തുടർന്ന് ഡിസംബർ 11 എന്ത് ചെയ്തത്? ഡിസംബർ 11 ഒരു സ്ഥിര അധ്യക്ഷനെ നമ്മൾ നിയമിച്ചത്. ആ സ്ഥിര അധ്യക്ഷനായിരുന്നു ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നമ്മൾ സ്ഥിര അധ്യക്ഷനായി നിയമിക്കുകയും 2 ഉപാധ്യക്ഷന്മാരെ നമ്മൾ നിയമിച്ചു. ആരൊക്കെയാണ്? ഒന്ന്
ഒന്ന് ആരെയായിരുന്നു? നോക്കൂ രണ്ട് ഉപാധ്യക്ഷന്മാരെയാണ് നമ്മൾ നിയമിച്ചത്. വി ടി കൃഷ്ണമാചാരിയും അതോടൊപ്പം തന്നെ എന്താണ് വി ടി കൃഷ്ണമാചാരിയും എച്ച് സി മുഖർജിയും വി ടി കൃഷ്ണമാചാരിയും എച്ച് സി മുഖർജിയും വി ടി കൃഷ്ണമാചാരി എച്ച് സി മുഖർജി. വി ടി കൃഷ്ണമാചാരിയും എച്ച് സി മുഖർജിയും തുടർന്ന് ഇവർക്ക് നിയമങ്ങൾ പറഞ്ഞു നൽകാൻ ഒരു നിയമ ഉപദേശകൻ എത്തി അല്ലേ. ആ നിയമ ഉപദേശകനായിരുന്നു ആര്? ബി എൻ റാവു നിയമ ഉപദേശകനായിരുന്നു. ബി എൻ റാവു എന്ന് പറയുന്നത് നിയമ ഉപദേശകനായിരുന്നു. തുടർന്ന് ഒരു സെക്രട്ടറിയെയും എന്ത് ചെയ്തു? നിയമിച്ചു. സെക്രട്ടറി ആരായിരുന്നു? എച്ച് വി ആർ അയ്യങ്കാർ ആയിരുന്നു. എച്ച് വി ആർ അയ്യങ്കാർ. അപ്പൊ എച്ച് വി ആർ അയ്യങ്കാറിനെ എന്താണ് സെക്രട്ടറി ആയിട്ടും രൂപീകരിച്ചു. അപ്പൊ ഇവിടെ അതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താ ലക്ഷ്യപ്രമേയം എന്ന്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നവരാണ്. അപ്പൊ അവർക്ക് പല അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ഇവിടെ എല്ലാവരുടെയും അഭിപ്രായം മുന്നോട്ട് നീക്കി നമുക്കൊരു ഭരണഘടന രൂപീകരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എന്ത് ചെയ്തു? അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ 208 അംഗങ്ങൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ INCയിൽ ഒരു പാരലൽ കമ്മിറ്റി രൂപീകരിക്കുകയും എന്തൊക്കെയാണ് ഭരണഘടനയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഭരണഘടനയിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എന്ന് എഴുതി വെക്കുവാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചു. ഒരാളെയല്ല, പല അംഗങ്ങളും എന്താണ് ആ സഭയിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടതെന്ന് എഴുതി വെക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ അതിലും പ്രധാനമായിട്ടും INCയിൽ എന്താണ് നമ്മൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ ചർച്ച ചെയ്യേണ്ടത്, അവിടെ നമ്മൾ സമർപ്പിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് എഴുതി വെക്കാനായിട്ട് ജവഹർലാൽ നെഹ്റുവിനെ ഏൽപ്പിക്കുകയും അങ്ങനെ ജവഹർലാൽ നെഹ്റു ആ ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. ലക്ഷ്യപ്രമേയം എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, എന്താണ് നമ്മൾ ഭരണഘടനയിൽ ചർച്ച ചെയ്യേണ്ടത് എന്ന്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് എഴുതി വെക്കപ്പെട്ട ഒരു പുസ്തകമാണ്, ഒരു അഭിപ്രായ പുസ്തകം എന്നൊക്കെ നമുക്ക് പറയാം ഈ ലക്ഷ്യപ്രമേയത്തെ. റെഡിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയാണ്. ലക്ഷ്യപ്രമേയം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ ആ സഭയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, അതിൽ നമ്മൾ എന്തൊക്കെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ നമ്മൾ ഈ സഭയുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് നമ്മൾ എഴുതി വെക്കുന്ന അതിനെയാണ് നമ്മൾ ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത്. ആ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഡിസംബർ 13. റെഡിയാണല്ലോ. അപ്പം നോക്കൂ, എത്ര പേരുണ്ട്? ഉപാധ്യക്ഷന്മാർ 2 പേരാണ്. ഒന്ന് എച്ച് സി മുഖർജിയും വി ടി കൃഷ്ണമാചാരിയും. എച്ച് സി മുഖർജി, വി ടി കൃഷ്ണമാചാരി. സെക്രട്ടറി ആരായിരുന്നു? സെക്രട്ടറി ആയിട്ട് എത്തിയത് ആരായിരുന്നു? എച്ച് വി ആർ അയ്യങ്കാർ ആയിരുന്നു. പിന്നെ നമ്മൾ ബി എൻ റാവു ആരായിരുന്നു? നമ്മുടെ നിയമ ഉപദേശകനായിരുന്നു ബി എൻ റാവു. അപ്പൊ അങ്ങനെ ഡിസംബർ 13 ഈ നമ്മുടെ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയാണ് സഭയുടെ മുമ്പിൽ. നമ്മുടെ ഭരണഘടനാ സഭയുടെ നിർമ്മാണ സഭയുടെ മുമ്പിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയാണ്. ഇനിയും 1947 അല്ലേ, 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ 1947 ജനുവരി 22 നോക്കൂ, ഈ ഡേറ്റുകൾ ഓർത്തോണേ. 22 ജനുവരി 22 ലക്ഷ്യപ്രമേയം പാസ്സാക്കി. കാരണം നമ്മൾ ലക്ഷ്യപ്രമേയം സമർപ്പിച്ചു ജവഹർലാൽ നെഹ്റു. അപ്പൊ എല്ലാ അംഗങ്ങൾക്കും ഇതിന്റെ ഒരു കോപ്പി വീതം നൽകി. ആ അംഗങ്ങളെല്ലാം ഇത് അംഗീകരിച്ചാൽ മാത്രമേ ഇതാ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇത് പാസ്സാകത്തുള്ളൂ. അപ്പൊ ലക്ഷ്യപ്രമേയം ഡിസംബർ 13 സമർപ്പിക്കുകയും തുടർന്ന് 1947 ജനുവരി 22 ഈ ലക്ഷ്യപ്രമേയം നമ്മുടെ സഭ പാസ്സാക്കുകയും ചെയ്തു. അപ്പൊ ജനുവരി 22 ജവഹർലാൽ നെഹ്റു സമർപ്പിച്ച ലക്ഷ്യപ്രമേയം പാസ്സാക്കിയത്. തുടർന്ന് ജൂലൈ ആയി, അതായത് നോക്കുക, 1947 ആഗസ്റ്റ് 15 പ്രധാനപ്പെട്ട ദിവസം, സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അല്ലേ. അപ്പോൾ 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം സഭ പാസാക്കി. തുടർന്ന് ജൂലൈ 22 എന്ത് ചെയ്തു? ദേശീയ പതാക അംഗീകരിച്ചു. കാരണം അന്ന് നമുക്ക് ഇന്ത്യക്ക് ഔദ്യോഗികമായ ഒരു പതാക ഉണ്ടായിരുന്നില്ല. നമ്മൾ സമരത്തിനും മറ്റും ഉപയോഗിച്ചത് INCയുടെ പതാകയായിരുന്നു. അപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക പതാക വേണമെന്നും അങ്ങനെ അത് വേണം നമ്മുടെ രാജ്യത്തിന്റെ പതാകയാണ്
പതാകയായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനും വേണ്ടി എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ പിങ്കിളി വെങ്കയ്യയാണ് ഈ ഒരു പതാക ഡിസൈൻ ചെയ്ത് നൽകുകയൊക്കെ ചെയ്യുന്നത്. അത് നമ്മൾ ആ വേറെ ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കും. ഇപ്പം ഇവിടെ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെക്കുക. ജൂലൈ 22 നമ്മുടെ ദേശീയ പതാക അംഗീകരിക്കുകയാണ്. അതും സഭ എന്ത് ചെയ്തു? അംഗീകരിച്ചു. അപ്പോൾ ജൂലൈ 22 ദേശീയ പതാക അംഗീകരിച്ചു. ഓഗസ്റ്റ് 14 വിഭജന ശേഷം ആദ്യമായി സമ്മേളിച്ചു. അതായത് വിഭജനം നടന്നതിന് ശേഷം ആദ്യമായി സമ്മേളിച്ചത് ഓഗസ്റ്റ് 14 സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ എന്താണ് തൊട്ട് പിറ്റേ തലേ ദിവസമാണ് ആദ്യമായി സമ്മേളിച്ചത്. റെഡിയാണല്ലോ. അപ്പോൾ 1947 ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. അപ്പോൾ 1947 ബന്ധപ്പെട്ട് നോക്കിക്കേടാ, വേഗം പറയാം. 1947 ബന്ധപ്പെട്ട് 1947 ജനുവരി 22 എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന ലക്ഷ്യപ്രമേയം പാസ്സാകുന്നത്. തുടർന്ന് ജൂലൈ 22 ദേശീയ പതാക എന്താണ് ഔദ്യോഗികമായി അംഗീകരിച്ചു അല്ലെ? ദേശീയ പതാക അംഗീകരിച്ചു. ജൂലൈ 22 ദേശീയ പതാക അംഗീകരിച്ചത്. ജൂലൈ 22 ദേശീയ പതാക അംഗീകരിച്ചു. തുടർന്ന് ഓഗസ്റ്റ് 14 എന്താണ് വിഭജന ശേഷം സമ്മേളിച്ചത്. ഓഗസ്റ്റ് 14 വിഭജന ശേഷം സമ്മേളിച്ചത്. അപ്പോൾ നോക്കടാ, വിഭജന ശേഷം സമ്മേളിച്ചത് എന്നാണ്. വിഭജന ശേഷം സമ്മേളിച്ചത് ഓഗസ്റ്റ് 14. അപ്പോൾ ഈ തീയതികൾ നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട തീയതികളാണ് ഇതെല്ലാം. റെഡിയാണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് റിവിഷൻ ചെയ്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. വേഗം ഒന്ന് റിവിഷൻ ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് വേഗം ഒന്ന് നോക്കിയടാ. അതായത് നമ്മൾ ഇന്ന് പഠിച്ചത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് 389 അംഗങ്ങളെ തിരഞ്ഞെടുത്തു. പ്രവിശ്യയിൽ നിന്ന് 296 പേരും നാട്ടുരാജ്യത്തിൽ നിന്ന് 93 പേരുമാണ് എടുത്തത്. അതിൽ തന്നെ 2 തരത്തിലുള്ള പ്രവിശ്യയുണ്ട്. അതായത് വൈസ്രോയി പ്രവിശ്യയുണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് ചീഫ് കമ്മീഷണർ പ്രവിശ്യയുണ്ട്. വൈസ്രോയി പ്രവിശ്യയിൽ നിന്ന് 292 നമ്മുടെ ചീഫ് കമ്മീഷണർ പ്രവിശ്യയിൽ നിന്ന് 4, അതായത് അജ്മീർ, ബാലൂചിസ്ഥാൻ, ഗൂർഗ, ഡൽഹി അല്ലേ? അപ്പം അങ്ങനെയാണ്. അതിൽ തന്നെ പ്രവിശ്യയിൽ 296 അംഗങ്ങൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ട് അല്ലേ? അതിൽ 208 പേര് നമ്മുടെ കോൺഗ്രസ്സിൽ അംഗങ്ങളാണ്. മുസ്ലിം ലീഗിൽ നിന്ന് 73 പേരുണ്ടായിരുന്നു. ബാക്കി മറ്റുള്ളവരാണ്. റെഡിയാണല്ലോ. അങ്ങനെ നമ്മൾ എന്താണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുകയാണ്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി ആണ് നമ്മൾ അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഔദ്യോഗികമായി ഭരണഘടന രൂപീകരിച്ചത്. അപ്പോൾ അങ്ങനെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ അവിടെ പരോക്ഷ തിരഞ്ഞെടുപ്പ് നടക്കുകയും അങ്ങനെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയുമാണ്. ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച ആ ഒരു രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ 1900 പിന്നെ നമ്മൾ ആ ഒരു ഡേറ്റിൻ്റെ ആ ഒരു അനാലിസിസ് ആണ്. അത് ഞാൻ കൃത്യമായിട്ട് ഇവിടെ ലാസ്റ്റ് പറഞ്ഞുതരാം. അതായത് പിന്നെ ഒരു ഡേറ്റിൻ്റെ അനാലിസിസ് ആണ് വേണ്ടത്. ഡേറ്റിൻ്റെ അനാലിസിസ് വേണം. അതായത് 1946 അല്ലേ? അപ്പോൾ 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ വരുന്നത്. പെട്ടെന്നൊന്ന് റിവിഷൻ ചെയ്തു തരാം. തുടർന്ന് മെയ് 16 എന്ത് ചെയ്യുന്നു? മെയ് 16 റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. ഡിസംബർ 6 ഔദ്യോഗികമായി സഭ രൂപീകരിക്കുന്നത്. ഡിസംബർ 9 തന്നെ എന്ത് ചെയ്തു? ഡിസംബർ 6, ഡിസംബർ 9 നമ്മൾ ആദ്യ സമ്മേളനം കൂടുന്നത്. ആദ്യ സമ്മേളനത്തിൽ 207 പേരുണ്ടായിരുന്നു. അതിൽ 9 വനിതകൾ ഉണ്ടായിരുന്നു. അന്ന് ആദ്യമായി എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാണ്? അന്ന് ആദ്യമായി എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കൃപലാനിയാണ് അല്ലേ? JB കൃപലാനിയാണ്. അപ്പോൾ JB കൃപലാനി എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ഒരു താൽക്കാലിക അധ്യക്ഷനായിട്ട് അല്ലേ സച്ചിദാനന്ദ സിൻഹയെ നോക്കൂ, സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായി നിയമിക്കുകയും ചെയ്തു അല്ലേ?
തുടർന്ന് ഡിസംബർ 11 തന്നെ എന്ത് സംഭവിച്ചു? ഡിസംബർ 11 ഒരു സ്ഥിര അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയും ഉപാധ്യക്ഷന്മാരായിട്ട് രണ്ടുപേരെയും, ആരൊക്കെയായിരുന്നു? ഒന്ന് HC മുഖർജിയും പിന്നെ VT കൃഷ്ണമാചാരി. HC മുഖർജി ഉണ്ട്, HC മുഖർജിയും VT കൃഷ്ണമാചാരിയും നമ്മൾ എന്താണ് ഉപാധ്യക്ഷന്മാരായിട്ട് എടുത്തു. പിന്നെ നിയമ ഉപദേശകൻ അല്ലേ, അപ്പൊ നിയമ ഉപദേശകനായിട്ട് നമ്മൾ ആരെയാണ് എടുത്തത്? നിയമ ഉപദേശകനായിട്ട് നമ്മൾ BN റാവുവിനെ നമ്മൾ എന്താണ് നിയമ ഉപദേശകനായിട്ട് എടുത്തു. തുടർന്ന് നമുക്കൊരു സെക്രട്ടറി വേണം. സെക്രട്ടറി ആയിട്ട് എന്താണ്? HVR അയ്യങ്കാർ. അപ്പൊ HVR അയ്യങ്കാറിനെ നമ്മൾ സെക്രട്ടറി ആയിട്ട് എടുക്കുകയും ചെയ്തു അല്ലെ. തുടർന്ന് ഡിസംബർ 13 നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നത്? ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു എന്താണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ലക്ഷ്യപ്രമേയം അല്ലെ. ആ ലക്ഷ്യപ്രമേയം പാസ്സാക്കിയതോ അടുത്ത വർഷമാണ് അല്ലെ. കാരണം ഇപ്പൊ ഡിസംബർ ആയി കഴിഞ്ഞു, അപ്പൊ വലിയ ഗ്യാപ്പൊന്നും അവിടെ വന്നിട്ടില്ല. അപ്പൊ നോക്കൂ, 1947 ജനുവരി അല്ലെ. നോക്കണേ 1947 ജനുവരി അല്ലെ. അപ്പോൾ 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം പാസ്സാക്കി. തുടർന്ന് ജൂലൈ 22 എന്താണ്? ദേശീയ പതാക അംഗീകരിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 14 നമ്മൾ വിഭജന ശേഷം ആദ്യമായി സമ്മേളിച്ചത്. ഇത്രയും തീയതികളും ഡേറ്റുകളും ഒന്ന് കുറിച്ചു വെക്കുക, നോട്ട്ബുക്കിലേക്ക് കുറിച്ചു വെക്കുക. ബാക്കി സെറ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊന്നും ആയിട്ടില്ല. നമ്മൾ എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് കയറുന്നേ ഉള്ളൂ. ആ സഭയിലെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. റെഡി ആണല്ലോ? യെസ്, താങ്ക് യു.